അനുമോളും നൂറയും ആദിലയും നെവിനും പിന്നെ ആ കൂടി ആ 7 പേര് ഇവർ ഈ വരുന്നവരിൽ നിന്ന് എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് എത്രയൊക്കെ സ്റ്റോപ്പ് ചെയ്താലും ശരി ഒരുപാട് കാര്യങ്ങൾ പിടിച്ചെടുക്കും. എന്നാൽ ഇപ്പൊ തന്നെ പിടിച്ചെടുത്ത് തുടങ്ങി. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യം ഈ ഒരാഴ്ച കൊണ്ട് മാറി മറിയാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ അപ്പാനി വന്നപ്പോൾ വലിയൊരു ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പാനി വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ അവിടെ ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവരെയും പോസിറ്റീവായിട്ട്. ഇപ്പം അനുമോൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അനുമോൾ ഇന്ന് മൊത്തത്തിൽ ആലോചിച്ച് ഡൗൺ ആയിരുന്നത് പുറത്ത് തനിക്ക് നെഗറ്റീവാണോ, അനീഷേട്ടൻ വന്ന് പ്രപ്പോസ് ചെയ്തത് നെഗറ്റീവാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അപ്പൊ അപ്പാനി വന്നപ്പോൾ അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഒന്നും പ്രത്യേകിച്ചൊന്നും ഇട്ടുകൊടുക്കാതെ പറഞ്ഞു കൊടുക്കാതെ അങ്ങോട്ട് നൈസായിട്ട് കൊണ്ടുപോയപ്പോഴാണ് സരികയും ശാരികയും കൂടെ ഒന്നിച്ചു കയറി വരുന്നത്. അതിൽ സരികയാണെങ്കിൽ ഇതെല്ലാം പറയാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ കണക്ക് സരികയ്ക്ക് ഒന്നും മനസ്സിൽ കിടപ്പില്ല. സരിക എല്ലാം പറയുകയാണ്. അതിനിടയ്ക്ക് വെച്ചിട്ട് വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യം വളരെ സെലിബ്രേറ്റ് ചെയ്ത് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അതായത് ഈ കേരളത്തിലെ ആൺപിള്ളേരെല്ലാവരും നമ്മുടെ നൂറയുടെ പിന്നിലാണ്. അതുപോലെ സരികയ്ക്ക് വരുന്ന പല കോളുകളും, അതായത് സരികയ്ക്ക് ഇപ്പൊ ഒരുപാട് പ്രോഗ്രാം കിട്ടുന്നുണ്ട്, ദൈവം സഹായിച്ച് നിന്ന് തിരിയാൻ സമയമില്ല എന്നൊക്കെ സരിക പറയുന്നുണ്ട്. അപ്പം സരിക പറയുന്നതെന്ന് വെച്ചാൽ വിളിക്കുന്നവരൊക്കെ നൂറേനെയും കൂടെ കൊണ്ടുവരണം അല്ലെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോവാ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സോ സത്യത്തിൽ ഇതൊരു ചീപ്പായിട്ടുള്ള കാര്യമാണ് ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ വലിയൊരു പൊളിറ്റിക്സിലേക്ക് ഞാനും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഡിസ്കഷൻ കൊണ്ടുപോകേണ്ടി വരും. ഏതായാലും സരിക അവിടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, പൊതുവെ ഒരു ആൽബത്തിൽ പറയുന്ന ഒരു പാട്ടിനകത്തുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്തിനാണ് മുത്തേ നീ അച്ഛൻ പട്ടത്തിന് പോയത് എന്ന് പറയുന്ന ആ ഡയലോഗ്, അത് അതേ കണക്ക് തന്നെ സരിക അവിടെ പറയുന്നുണ്ട്. എന്തിനാണ് മുത്തേ നീ ലെസ്ബിയൻ ആകാൻ പോയത് എന്ന് പറഞ്ഞിട്ട് നൂറേനെ ആ ഒരു തരത്തിൽ പറയുന്നത്. അവരവിടെ എല്ലാവരും ചിരിച്ചു കളിച്ചുകൊണ്ട് അത് കേൾക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലെസ്ബിയൻ എന്ന് പറഞ്ഞ ഈ ഒരു കപ്പിൾ ഇവിടെ വരുമ്പോൾ ഇത്തരത്തിലുള്ള തമാശകളെ ആഘോഷിക്കാൻ കേരളത്തിലെ ആൺപിള്ളേരെല്ലാം ഇവരെ ഇങ്ങനെ നോക്കി നടക്കാണ്, ഇവർ ബ്രേക്കപ്പ് ആകുന്നത് നോക്കി നടക്കുകയാണ് എന്ന് പറയുന്നതിനെ ഒരു തമാശയായിട്ട് കൺസിഡർ ചെയ്യാൻ അത്രയും കണ്ട് തോന്നുന്നില്ല എനിക്ക്. ഏതായാലും അതോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ശാരിക വന്നിട്ട് നമ്മുടെ നെവിനുമായിട്ട് കുറേ നേരം ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. ശാരിക കുറച്ച് കണ്ണിങ് ആണ്. ശാരിക അങ്ങനെ എല്ലാം വായി തോന്നിയത് വിളിച്ചു പറയുന്ന ഒരു ടൈപ്പ് അല്ല. മാത്രമല്ല ഈ ശാരികയ്ക്ക് ഒരു കാര്യമുണ്ട്. ശാരികയാണെങ്കിൽ കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനും, അതുപോലെ ഒരാൾ പറയരുത് എന്ന് പറഞ്ഞാൽ അത് പറയില്ല, അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു കാര്യം അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് ശാരിക. അതുകൊണ്ട് തന്നെ ശാരിക ഈ നെവിനോട് ഒന്നും എടുത്ത് പറയുന്നില്ല. നെവിൻ ചോദിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ആക്ഷൻ കാണിച്ചൊക്കെ അങ്ങ് ഒതുക്കുകയാണ്. പക്ഷെ നെവിൻ തഞ്ചത്തിൽ നിന്നിട്ട് കുറേയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പം അറിയാണ്ട് തന്നെ ശാരിക പറഞ്ഞു പോകുന്നുണ്ട്, നീ ആ ആഴ്ച എന്തുവായിരുന്നു കാണിച്ചത്, അത് കഴിഞ്ഞിട്ട് നീ കുറച്ച് ലോ ആയിരുന്നു, പിന്നെ ഇപ്പൊ ഓക്കെ ആയി വന്നു. എങ്ങനെ ഇപ്പൊ ഇവരുടെ ഈ ഒരു ഗെയിം പുറത്ത് നിന്ന് കാണുന്ന ഒരാൾ ഒരു റിവ്യൂവറിനെ പോലെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഓക്കെ, ഞാൻ ആ ആഴ്ച ചെയ്തത് ശരിയായില്ല, അത് അവിടെ അത്ര ഡൗൺ ആണെങ്കിൽ അത് അവർക്ക് തന്നെ അറിയാം അവർ ഡൗൺ ആണ് എന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഈ തരത്തിലേക്ക് ഈ സംഭവത്തിനെ കൊണ്ടുപോകാൻ ഈ പറയുന്നവർക്ക് കഴിയും. ഇനിയും വരാൻ കിടക്കുകയാണ് ആൾക്കാർ. ഇനിയിപ്പം മുൻഷി രഞ്ജിത്തും അതുപോലെ ബിൻസിയും ഷൈത്യയും ആയിരിക്കും ഇന്ന് ഉടനെ വരാൻ പോകുന്നത്. അങ്ങനെ ഇവരും കൂടിയൊക്കെ വരുമ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും ഈ ഗെയിമിന്റെ ഒരു ചെറിയ ചെറിയ സീക്രട്ടുകളൊക്കെ കിട്ടും. അപ്പോഴും കൂടി ആകുമ്പോൾ എന്താകും എന്നറിയില്ല. ഏതായാലും അക്ബർക്ക് അവിടെ പറയുന്നുണ്ട്, ഇവര് മുമ്പൊക്കെ ഇരുന്ന് കുറ്റം പറഞ്ഞത്, ഓരോ കോർണറിൽ ഇരുന്ന് കുറ്റം പറഞ്ഞതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അപ്പാനി വന്നിട്ടും പറയുന്ന കാര്യം, അപ്പാനിയുടെ ഒരു കൺഫെഷൻ പറയുന്നുണ്ട്. അതായത് അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇന്നിങ്ങനെ ചെയ്തത് മോശമായിട്ട് തോന്നുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ബാക്കി എല്ലാവരും വന്നിട്ട് ഓരോരുത്തർക്കും ഹിന്റ് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു വീക്ക് കഴിയുമ്പോഴേക്കും ശരിക്കും ഈ ഗെയിം ഒന്ന് ചേഞ്ച് ആകാനുള്ള സാധ്യതയുണ്ടോ? അതായത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റും ഈ പറയുന്നവർ അറിയാൻ സാധ്യതയുണ്ടോ? ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ വോയിസ് വരാം. ബൈ.